തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 മരണം. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടികളാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പാലക്കാട് ചെമ്മണംതോട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. മദ്യലഹരിയിലായിരുന്ന ക്ലീനർ ഓടിച്ച ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. വാഹനം നിർത്താതെ പോയ ഇയാളെ നാട്ടുകാരാണ് പിടികൂടിയത്. കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സിന് ലൈസൻസുമില്ലായിരുന്നു. ഇയാളെയും ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്ക് നിന്നിട്ട് വന്ന ഒരു വണ്ടിയാണത്. മരത്തിൻ്റെ ലോഡാണത് ഉണ്ടായത്. ഇവിടെ നാടോടികൾ അപ്പർ സൈഡിലാണ് സാധാരണ എടുക്കാറ്. പക്ഷേ ഇന്ന് ഏകാദശി ആയതിൻ്റെ പേരിൽ വണ്ടികൾ അതിലെ പാസിംഗ് ഉള്ള കാരണം അവർ ഇപ്പുറത്ത് കിടന്നതാണ്. ഒരു 5 പേരാണ് മരിച്ചു എന്നറിയാൻ കഴിഞ്ഞത്. സ്പോട്ടിൽ തന്നെ മരിച്ചു അവർ ഏകദേശം. വണ്ടികൾ ശ്രദ്ധിക്കായിക്കൊന്നുമില്ല, ശ്രദ്ധിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പുലർച്ചെ സമയമായതിൻ്റെ പേരിൽ ആളുകളായി ഇവിടെ ബാരിക്കേഡുള്ളത്. അത് കാരണം ഇതിലെ സ്ഥിരം ആളുകൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ലോഡ് അറിയാൻ പറ്റില്ല. എന്തായാലും ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുടെ ഒരു പ്രതികരണമാണ് കണ്ടത്. 5 പേർ തൽക്ഷണം തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. എന്നാൽ റോഡ് അരികിലല്ല, കുറച്ച് മാറി ഒരു ബാരിക്കേഡൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്താണ് അവർ കിടന്നത്. അപ്പോൾ ഈ ബാരിക്കേഡൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഈ ലോറി ഇവരുടെ ദേഹത്തേക്ക്, ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് കയറിയത്. അതിൽ അതിസങ്കടകരമായത് 2 കുട്ടികൾ കൂടി ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വിശദാംശങ്ങൾ തേടാം. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, വളരെ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. 5 പേർ തൽക്ഷണം മരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ പരിക്കേറ്റ ആളുകളുടെ നില എങ്ങനെയാണ്? മാത്രമല്ല, ഈ ലോറി ഡ്രൈവറുമായി ലോറി ക്ലീനറാണ് ലോറി ഓടിച്ചിരുന്നത്. അയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, മദ്യപിച്ചിരുന്നില്ല തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ പോലീസ് ഒഫീഷ്യലി കൺഫേം ചെയ്ത വിവരങ്ങളാണോ അഖിൽ? ഡൽഹി പോലീസിൽ നിന്നും ലഭ്യമായ വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത്. അതായത് ഈ ക്ലീനറാണ് ഓടിച്ചിരുന്നതും ഡ്രൈവറായിട്ടുള്ള ജോസ് തൊട്ടടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും. അതായത് ഈ ബാരിക്കേഡുകൾ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ബാരിക്കേഡുകൾ ലോറി ആദ്യം ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം ഇവർ ഈ ഒരു വശത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മുകളിലൂടെ ഏകദേശം 30ഓളം ആളുകൾ ഇവര് സംഘത്തിലുണ്ടായിരുന്നതിൽ 11 പേർക്കാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ഈ ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളുടെ മേലിലൂടെ കയറി നേരെ മുൻപിലേക്ക് പോയി. അപ്പോൾ മുൻപിലേക്ക് പാതയുണ്ട്, അപ്പോൾ റോഡുണ്ട് എന്ന് കരുതി ഈ വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ഈ ക്ലീനർ ശ്രമിച്ചു. പക്ഷേ നേരെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ, മുമ്പിലേക്ക് എത്തുമ്പോൾ റോഡ് അവിടെ അവസാനിക്കുകയായിരുന്നു. ഈ അപ്രോച്ച് റോഡ് അടക്കം അവസാനിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രതികളെ കിട്ടിയത്. പിന്നാലെ തന്നെ നാട്ടുകാർ ഓടി പിന്തുടർന്ന് അവരെ അവിടെ നിന്നും പിടികൂടുകയായിരുന്നു. പുറത്ത് പോലീസ് അടക്കം എത്തി ഇവരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ക്ലീനറും ഡ്രൈവറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വൈദ്യപരിശോധനക്കടക്കം കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോവിന്ദാപുരം ചെമ്മണംകോട് കോളനിയിലുള്ള ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതിൽ 5 പേർ മരണമടയുകയും മറ്റ് ഈ ഒരാളുടെ, അതായത് 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 3 പേർ കൂടി പരിക്കേറ്റിരുന്നു. പക്ഷെ അവരുടെ അപകട നില തരണം ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിദാരുണമായ സംഭവം, ഏറ്റവും ദാരുണമായ സംഭവം 1 വയസ്സും ഒപ്പം തന്നെ 5 വയസ്സുമുള്ള 2 കുരുന്നുകളടക്കം ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമം അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടന്ന ആളുകളുടെ ദേഹത്തു കൂടിയാണ് ഈ വാഹനങ്ങൾ കയറിപ്പോയത്. ഒരുപക്ഷെ അവരുടെ പ്രതീക്ഷ, അതായത് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന് അപ്പുറത്തായിരുന്നു കടന്നിരുന്നത്. പക്ഷേ ഈ ഇവിടെ തന്നെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതിനാൽ തിരക്ക് കൂടിയത് കൊണ്ട് അവർ ഇപ്പുറത്തേക്ക് മാറിക്കടന്നതാണ്. പക്ഷെ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം. അവരെ ഒരുപക്ഷെ ഈ റോഡ് ബാരിക്കേഡുകൾ വെച്ച് പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി അവർ അതും ഈ ബാരിക്കേഡും കടന്ന് ഏകദേശം ഒരു 50-60 മീറ്ററോളം മാറിയാണ് ഇവർ കിടന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാരിക്കേഡ് ഇടിച്ച് തകർത്ത വാഹനത്തിലേക്ക് കയറി 50 മീറ്റർ അപ്പുറത്തുള്ള ഇവരുടെ ദേഹത്തു കൂടി കയറിയ ശേഷമാണ് മുൻപോട്ട് പോയത് എന്നുള്ള വിവരമാണ് നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരുടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും ഈ വാഹനം ഓടിച്ച ആളുടെ തന്നെ പൂർണ്ണമായും അയാളുടെ വീഴ്ചയാണ് എന്നുള്ളതാണ്. ഈ കാളിയപ്പൻ ജീവൻ 4 വയസ്സുള്ള കുട്ടിയാണ്. നാഗമ്മ, ബംഗാരി, വിശ്വ 1 വയസ്സുള്ള കുട്ടി. ഇത്തരത്തിൽ ഈ 5 പേരാണ് മരണമടഞ്ഞത്. മറ്റ് 3 പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ കഴിയുകയും ചെയ്യുന്നുണ്ട്. ക്ലീനറായ അലക്സും അതുപോലെ തന്നെ മറ്റേ ഡ്രൈവറായിട്ടുള്ള ജോസും, ഈ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ പൂർണ്ണമായും ഈ അപകടം സംഭവിച്ചത് നമുക്ക് ഈ സ്ഥലത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണമായും ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ വീഴ്ച കൊണ്ട് തന്നെയാണ്. വാഹനം ഓടിച്ച ഡ്രൈവറുടെ
ോട് തന്നെയാണ് ജയവർദ്ധൻ, അതുപോലെ തന്നെ വിജയ് ചിത്ര. ഈ 3 പേരാണ് വളരെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു വളരെ ദാരുണമായ ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ വന്ന് കാണുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ശരീരഭാഗങ്ങളൊക്കെ തന്നെ അരഞ്ഞ ലോറി കയറി ഇറങ്ങിയാൽ നമുക്കറിയാം വലിയ മരം കയറ്റിട്ടൊരു ലോഡ് വണ്ടിയാണ്. ആ വാഹനം കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത എത്രത്തോളമായിരിക്കും ചതഞ്ഞരഞ്ഞു പോയിരുന്നു എന്നുള്ള വിവരമാണ് പറയുന്നത്. എന്തായാലും ഈ വാഹനം നിർത്താതെ പോകാൻ അടക്കം ക്ലീനർ ശ്രമിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അഖിൽ, അതായത് ഈ വാഹനം നിർത്താതെ ഓടിച്ചു പോകുന്നതിനിടയിൽ നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണോ ഈ പ്രതിയെ പിടികൂടിയത്? സ്വാഭാവികമായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കപ്പെടുമെന്ന ഉറപ്പാകുമ്പോൾ അത്തരം രീതിയിൽ ഓടിച്ചു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ എന്ത് നാട്ടുകാർ ചേർന്ന് അല്ലെങ്കിൽ പോലീസിന്റെ സഹായം കൂടെ ലഭിച്ചിരുന്നു? എങ്ങനെയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നതിലേക്ക് എത്തിയത്? അതായത് ഈ വാഹനം ഇടിച്ചു കയറി ഇവരുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങിയപ്പോൾ വാഹനം മുൻപോട്ട് എടുത്തു. അപ്പോൾ മുൻപോട്ട് റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡിലേക്ക് കയറി തൊട്ടപ്പുറത്ത് റോഡ് തീർത്ത് അപ്രോച്ച് റോഡിലേക്ക് കയറും. ആ അപ്രോച്ച് റോഡിലേക്ക് ഇറങ്ങി നേരെ മുൻപോട്ട് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ വഴി അടഞ്ഞു കിടക്കുകയാണ്. അതായത് അവിടെ നിന്നും പിന്നീട് വേറെ ഇങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവർ പെടുന്നത്. അപ്പോഴേക്കും നാട്ടുകാർ പിന്നാലെ ഓടിയെത്തിയിരുന്നു. ആ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ചില്ലൊക്കെ അടിച്ചു തകർത്തത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ നാട്ടുകാരുടെ ആ രോക്ഷം കൊണ്ടായിരിക്കും അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് ഇവരുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങി മുൻപോട്ട് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഇട്ട് വാഹനം ഒന്ന് തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ സാധ്യമാവാതെയാണ് മുന്നോട്ട് പോയത് എന്നൊരു കാര്യം കൂടി ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വാഹനം അതായത് ഇവര് ലഭിച്ചത് ഈ റോഡ് അവസാനിക്കുന്നു, അതായത് ഈ നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്രോച്ച് റോഡും അവിടെ തീരുന്നത് കൊണ്ടാണ് ഇവരെന്തായാലും പിടികൂടാൻ. ഏതായാലും ഒരുപക്ഷെ ഇവർ മുൻപോട്ട് പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിലേക്ക്, കണ്ണൂരിൽ നിന്നും തടികയറ്റി കൊച്ചിയിലേക്ക് പോകുകയായ വാഹനമാണ് എന്തായാലും ഇപ്പോൾ ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. അഖിൽ, ഇപ്പോൾ 3 പേരാണ് 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത് എന്ന് പറയുന്നു. അതിൽ 3 പേരുടെ നില ഗുരുതരം എന്നുള്ള വിവരങ്ങൾ കൂടിയാണോ ലഭിക്കുന്നത്? ക്ഷമിക്കണം 6 പേരുണ്ട്. അതായത് 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ബാക്കി 3 പേർ അപകടനില തരണം ചെയ്തു എന്നാണ് നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്നത്. ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരമായിട്ട് 7 പേരുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ 11 പേർക്കാണ് ഈ അപകടം പറ്റിയത് എന്നുള്ള കാര്യമാണ്. അതിൽ ജയവർദ്ധൻ, വിജയ് ചിത്ര ഈ 3 പേരാണ് ഈ പരിക്കേറ്റ് നില ഗുരുതരമായി തുടരുന്നത്. മറ്റു 3 പേർ അപകടനില തരണം ചെയ്തു എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. മറ്റു 3 പേരും എത്രയും പെട്ടെന്ന് അപകടനില തരണം ചെയ്തെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരമാണ്. അതായത് ഈ വാഹനം ഇവരുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങി പോവുകയായിരുന്നു. അതായത് എല്ലാവരും കിടക്കുകയായിരുന്നു. പുലർച്ചെ 4 മണിയാണ്. 4 മണി എന്ന് പറയുമ്പോൾ വളരെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഉറക്കത്തിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഇതിനപ്പുറത്ത് ഇവരുടെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതിന്റെ പാത്രങ്ങളൊക്കെ തന്നെ ചിതറിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു ദുരന്തം. അത് രാവിലെ നാട്ടുകാരെ ഉണർത്തിയത് ഈ വലിയൊരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. നാടിനെ ആകെ തന്നെ നടത്തിയ ഒരു ദുരന്തമാവുന്നത്. ഇവിടെ ഈ നാടോടികളായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയത് ഇവിടെ ഇത്തരത്തിൽ കുറച്ച് ദിവസങ്ങളായത്, ഏകദേശം ഒരു മാസത്തിലധികമായി ഈ ആളുകൾ 30ഓളം അടങ്ങുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട്. ഈ ഉത്സവങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഈ അപകടം നടന്നതിന് തൊട്ട് അപ്പുറത്തെ റോഡിലും ഈ റോഡിലും ഒക്കെ ആയി തന്നെയാണ് അവർ ഇവിടെ കിടന്ന് ഉറങ്ങിയത് എന്നൊരു ഇത് ലഭിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും അഖിൽ, ഞാൻ തിരിച്ചെത്താം. എന്തായാലും നാടോടികൾ അങ്ങനെ തന്നെയാണ്. അവർ റോഡ് സൈഡുകളിലൊക്കെ ഉപജീവനം ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ ശേഷം റോഡ് സൈഡുകളിലൊക്കെ തന്നെയാണ് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ കാര്യമായ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു അലംഭാവം ഈ ഡ്രൈവറുടെ ഭാഗത്തുണ്ടായതാണ് ഈ 5 പേരുടെ ജീവൻ എടുക്കാൻ കാരണം. അതും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകളാണ് മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് അതീവ സങ്കടകരമായ വാർത്തയാണ്.